സിഗരറ്റ് പാൻറ്റിൻ്റെ അടിവശത്ത് സ്ലിറ്റ് കൊടുക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ സ്ലിറ്റിന് എന്തോരമാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരളവിൽ നമ്മൾ വെട്ടിടണം. താഴത്തോട്ടുള്ളത് ഇത് മടക്കി അടിക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ വീതിയിൽ തുണി ഉണ്ടെങ്കിൽ മടക്കി അടിക്കാൻ ഇച്ചിരി വീതിയിലിടുന്നതാണ് നല്ലത്. തുണി കുറവാണെങ്കിൽ അതിനനുസരിച്ച് വീതിയിൽ ഇടുക. നമ്മൾ ഇതിട്ട് സ്ലിറ്റ് അടിക്കുന്ന പോലെ തന്നെ ഈ ഒരു അളവിൽ നമുക്ക് എവിടെ നിന്നാണോ സ്ലിറ്റ് താഴോട്ട് വേണ്ടത് അവിടെ വെച്ച് നിർത്തുക. ഇതുണ്ട്, ഇതുപോലെ നിർത്തിയിട്ട് നമ്മളെടുത്തു. ഇനി നമുക്കിതിൻ്റെ അടിവശം മടക്കി അടിക്കുക. ഞാനിപ്പോൾ ഇതിനകത്തൊരു 1/4 ഇഞ്ചാണ് മടക്കി അടിക്കുന്നത്. ഇതുപോലെ 1/4 ഇഞ്ച് മടക്കി അടിച്ചതിന് ശേഷം ഇതിങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് ഇത് നമ്മൾ ജോയിൻ്റ് ചെയ്തെടുക്കുവാണേ. അപ്പോൾ ഇത് 1/2 ഇഞ്ച് ആണ്. സ്ലിറ്റിന് നീളം കൂടുതലോ അല്ലെങ്കിൽ തുണി ഇറക്കം കുറവൊക്കെ ഉള്ളെങ്കിൽ ഇത്രയും ചെറുതായിട്ടൊന്ന് കയറ്റി അടിച്ചാൽ മതി. ഇപ്പം നമുക്ക് ഇതിന് സ്ലിറ്റ് ഒത്തിരി വേണ്ടാത്തതുകൊണ്ട് നമ്മൾ ഇത്രയും കയറ്റി അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീതിയിൽ മടക്കി അടിക്കാനും ഉണ്ട്. സ്ലിറ്റിന് ഒത്തിരി നീളവും വേണ്ടാത്തതുകൊണ്ട് താഴ്ന്ന് ഒരു 1.5 ഇഞ്ചോളം കയറ്റി അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ വിടർത്തി പിടിക്കുക. ഇതിപ്പോൾ ഞാൻ പിടിച്ചേക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. ഇങ്ങനെ പിടിക്കുക. ആ സ്റ്റിച്ച് ഇല്ലാത്ത ഭാഗം ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മളിങ്ങനെ ഒരു വശം അടിച്ചെടുക്കുവാണ്. നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പ് നേരത്തെ ഇട്ടത് അതേ അളവിൽ തന്നെ തയ്യൽ തുമ്പിട്ടിട്ട് ഇങ്ങനെ അടിച്ചെടുക്കുക. അടിച്ചെടുക്കുമ്പോൾ ഈ സ്റ്റിച്ചിലേക്ക് കയറി പിടിക്കാത്ത രീതിയിൽ വേണം ആ ഭാഗം അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ ഇവിടെ കൊണ്ടുപോയി മുട്ടിച്ച് നിർത്തുക, അതിലേക്ക് കയറി പിടിക്കാതെ. ഇനി നമുക്കതിൻ്റെ ഓപ്പോസിറ്റ് വശം കൂടെ ഈ വശം കൂടെ അടിച്ചെടുക്കാം. 1/2 ഇഞ്ച് തന്നെ തയ്യൽ തുമ്പിടണം. കൂടിപ്പോയാലും അധികം ആയിപ്പോയാലും ചുളുങ്ങി പോകും കേട്ടോ. അപ്പോൾ എല്ലാം ഒരേ തയ്യൽ തുമ്പ് തന്നെ ഇടാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്കിത് മറിച്ചെടുക്കാം. മറിച്ചെടുത്തപ്പം നമുക്കിതുപോലെ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം പാൻറ്റിൻ്റെ അടിവശത്ത് സ്ലിറ്റ് ഇടുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ചെയ്യുമ്പോൾ ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഇത്. അപ്പം ഇത് കണ്ടോ, നമ്മളിനി ഒന്ന് അയൺ ചെയ്തും കൂടെ എടുക്കുമ്പോഴത്തേനും നന്നായിട്ട് വരും. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.